വിശ്വാസമാണ്. ഭയങ്കര വിശ്വാസമാണ്. ഓരോ വർഷം കഴിയുന്നതോറും ഇനി അടുത്ത വർഷത്തേക്കുള്ള കാത്തിരിപ്പാണ്. പായസമൊക്കെ തിളച്ചല്ലോ. പായസം എല്ലാം നല്ലോണം തിളച്ചു. ഏതോ ഒരു വശത്തോട്ട് കിഴക്കോട്ട് വീണ നല്ലതെന്നൊക്കെ പറയുന്നൊക്കെ അതിലൊക്കെ വിശ്വാസമുണ്ടോ? അങ്ങനൊന്നുമില്ല. നമ്മളിപ്പോ എവിടാ വന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ ആ രീതിയിൽ അങ്ങ് പോകുന്നതേ ഉള്ളൂ. എന്തായാലും പായസം തിളച്ചു കഴിഞ്ഞു. എവിടുന്നാ വരുന്നേ? ഞങ്ങള് നൂറിനാട്. അപ്പൊ ഇനി ഇത് കഴിഞ്ഞ എങ്ങനെ മടക്കം എങ്ങനാ? ട്രെയിനാണ് തിരിച്ചു വീണ്ടും. അതുകൊണ്ടാണ് അടുത്ത് ഇവിടെ തന്നെ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് പെട്ടെന്ന് എണീറ്റ് പോകാമല്ലോ തളിച്ചു കഴിയുമ്പോഴെന്ന്. നിവേദ്യത്തിന് സമയമുണ്ടല്ലോ. അപ്പൊ അത്രയും സമയം എന്താ ചെയ്യാ? ഇരിക്കും. അതൊക്കെ പറഞ്ഞിരിക്കും. വേറെ പ്രാർത്ഥനയാണ്, വേറെ കഥകളൊന്നും പറയില്ല. അല്ല, ദൈവത്തിന്റെ കാര്യങ്ങളെ പറയുന്നുള്ളൂ. ശരി ശരി ശരി. അവിടെ ഒരു അമ്മ സംസാരിക്കുന്നത്. അങ്ങോട്ട് പോകും. എന്താ പറഞ്ഞു? 25 വർഷം കൊണ്ട്. ഇത്തവണത്തെ പൊങ്കാല എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളിയായിരുന്നു. ഇത്തവണ കാലാവസ്ഥ കുറച്ച് അനുകൂലമാണല്ലേ നമുക്ക്? ഒരു ചെറിയ ചാറ്റമഴ ഉണ്ടായിരുന്നു. ശുദ്ധീകരിച്ച അമ്മ നമ്മളെല്ലാരും ശുദ്ധീകരിച്ച് പിന്നെ നല്ല അന്തരീക്ഷം തന്നു. അത് ഇട്ട് മങ്ങല്യാണ്. വലിയ വെയിലില്ല ഇത്തവണ. വലിയ വെയിലില്ല, വലിയ ചൂട് അനുഭവപ്പെടുത്തില്ല. ഭക്ഷണം കഴിച്ചോ? ഭക്ഷണം കഴിച്ചില്ല. പൊങ്കാല ഭക്ഷണം വാങ്ങിക്കാൻ പോവുക. ഇത് കഴിഞ്ഞിട്ടാണ് പൊങ്കാല കിട്ടി കഴിഞ്ഞിട്ടാ കഴിക്കാറുള്ളൂ? അതേ ഉള്ളു. അമ്മയുടെ എല്ലാം പൂർത്തീകരിച്ചതിന് ശേഷമാണ് അല്ല കൊടുക്കുന്നത്. ഒത്തിരി ലേറ്റ് ആക്കണ്ട, പോയി കഴിച്ചോളൂ. ശരി. അപ്പൊ